السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونستهديه ونتوكل عليه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള ആയുസ്സും ഈമാനും തഖ്വയും നൽകി അവൻ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാന്റെ കോടതിയിലേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത ഭൂമിയിൽ നിന്ന് തന്നെ കേട്ടുകൊണ്ടു പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മനുഷ്യരായ നമ്മൾ ജീവിതത്തിൽ പലതരം പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കഴിഞ്ഞു പോവുകയാണ്. പകലിലെ ഒരുപാട് പ്രയാസങ്ങൾ, രാത്രിയിലും പലരും സങ്കടവും വേജാറും വിഷമവും അനുഭവിക്കുന്നവരാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, പലരും ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ശരീരത്തെ വേദനിപ്പിക്കുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. വളരെ മോശമായ സ്വപ്നങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, അത് നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അശുദ്ധി കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികൾക്ക് ഒരു സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു: അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ, അറിയുക, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുമായി അടുത്ത് ജീവിക്കുന്ന ആളുകൾ. ഔലിയാക്കന്മാർ പറഞ്ഞാരാ? ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, തഖ്വയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ജീവിക്കുന്നവർ, അവർക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഒരു ഭയവും ഒരു പേടിയും അള്ളാഹു നൽകൂല. രണ്ട് സമയത്തും, പകലിലായാലും രാത്രിയിലായാലും, സ്വപ്നത്തിലായിരുന്നാലും ജീവിതവേളയിലായിരുന്നാലും ഒരു വേദനയും ഒരു സങ്കടവും അള്ളാഹു നൽകൂല. അതിനെന്താ അല്ല പറഞ്ഞ കാരണം എന്നറിയോ? എന്ത് വേണമെന്നറിയോ? അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അല്ലദീന ആമനു, അവർ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വാസമുള്ളവരാണ്. വകാനൂ യത്തഖൂൻ, അവർ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. ഈ രണ്ട് ഗുണങ്ങളുള്ള ആളുകൾക്ക് അള്ളാഹു ഒരു ഭയവും നൽകൂല. എന്നാൽ
തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു, ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ, അവർക്ക് ഇഹലോക ജീവിതത്തിൽ അള്ളാഹു സന്തോഷങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഈമാനുള്ള തഖ്വയുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ സന്തോഷം നൽകും. ഒഫിൽ ആഖിറ, പരലോകത്തും സന്തോഷ വാർത്ത നൽകുക. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞു, ഹിയർ റുഇയ സാലിഹ, അത് ഏറ്റവും നല്ല മനോഹരമായ സ്വപ്നങ്ങളിലൂടെയാണ് ദുനിയാവിൽ അള്ളാഹു സന്തോഷം കൊടുക്കുക. സത്യവിശ്വാസിക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ നൽകിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ സന്തോഷം. നല്ല മനോഹരമായ സ്വപ്നങ്ങൾ, സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന, തൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ കുളിർപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ അള്ളാഹു നൽകും. അത് അള്ളാഹുവിൻ്റെ ദുനിയാവിലെ സന്തോഷമാണ്. എന്നിട്ട് പറയാണ്, യറാഹർ റജുൽ മുസ്ലിം, ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യനാണ് ആ സ്വപ്നം കാണുകയുള്ളൂ. ആനന്ദകരമായ സ്വപ്നം ഒരു യഥാർത്ഥ മുസ്ലിം. ആരാ യഥാർത്ഥ മുസ്ലിം? നമ്മൾ പറഞ്ഞു, അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ, അവർ ഈമാനുള്ളവരാണ്, തഖ്വയോടുകൂടി ജീവിക്കുന്നവരാണ്. ഈ രണ്ട് ഗുണമുള്ള ആൾക്കാർക്ക് രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണേണ്ടി വരില്ല. അവർക്ക് അല്ലാഹു നല്ല മനോഹരമായ സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനാദ്യമായി ഉണ്ടാവേണ്ടത് ഈമാനും തഖ്വയോടൊപ്പം ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും മനോഹരമായ സ്വഭാവത്തെക്കുറിച്ച് റസൂലുള്ള പറയാണ്, ആണായാലും പെണ്ണായാലും. അസ്ദഖുഹും റുഇയ അസ്ദഖുഹും ഹദീസ, ഏറ്റവും മനോഹരമായ സ്വപ്നം കാണണമെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ കളവ് പറയാത്തവനായിരിക്കണം. കളവുകൾ ചെയ്യുന്ന ആളുകൾ രാത്രിയിൽ കിടന്നാൽ അതിൻ്റെ ശിക്ഷ അല്ലാഹു സ്വപ്നത്തിലൂടെ അനുഭവിപ്പിക്കും. ഒരുപാട് സങ്കടകരമായ, നമുക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ നൽകും. അപ്പം അതിൻ്റെ കാരണം ഒന്ന്, നാവ് കളവ് പറയുന്നതാണ്. സത്യസന്ധമായി ജീവിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് അതുണ്ടാവില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല സ്വപ്നം അസ്ദഖുഹും ഹദീസ് റുയ അസ്ദഖുഹും ഹദീസ. സത്യസന്ധമായി സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും നല്ല മനോഹരമായ സ്വപ്നം രാത്രിയിൽ കാണും. അതിനുള്ള അവസരം ഉണ്ടാവും. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, സത്യം വൽ യതഹറ സിദ്ഖ്, ഈ സ്വപ്നം, മനോഹരമായ സ്വപ്നങ്ങൾ ഒരാൾക്ക് കാണാൻ കഴിയണമെങ്കിൽ അയാൾ സത്യത്തെ മാറോടണച്ച് ജീവിക്കണം. ഒരു സന്ദർഭത്തിലും കളവ് പറയില്ല. എത്ര പ്രയാസം ഉണ്ടായാലും, അതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടായാലും, ഒലൂക്കാന മുറൻ കുലിൽ ഹക്ക്, സത്യം മാത്രമേ പറയൂ. ഒലൂക്കാന മുറൻ, എന്തെല്ലാം പ്രയാസകരമായ അവസ്ഥകൾ, എന്തെല്ലാം നഷ്ടങ്ങൾ, എന്തെല്ലാം സാമ്പത്തികവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ എത്ര ഉണ്ടായാലും കളവ് പറയില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. അതാണ് യതഹറസിൽ. പിന്നെ രണ്ടാമത്തത്, നല്ല സ്വപ്നം കാണാൻ. പകലിലേതായാലും പരീക്ഷണമുണ്ട് ഒരുപാട്. രാത്രിയിൽ കിടക്കുമ്പോഴെങ്കിലും മനോഹരമായി കിടന്നുറങ്ങാൻ കഴിയാത്ത വിധം ചില ആളുകളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരോട് ചോദിച്ചാൽ അറിയാം. അവർ ചിലപ്പോൾ രാത്രി നിലവിളിക്കുകയാണ്. ആർത്തട്ടഹസിക്കുന്നവരുണ്ട് സ്വപ്നം കണ്ടിട്ട്, അല്ലേ? ചില ആൾക്കാർ, ഭാര്യമാർ ചോദിക്കും ഭർത്താവിനോട്, നിങ്ങൾ എന്തിനാണ് നിലവിളിക്കുന്നത്? അയാൾ ഒരുപാട് പ്രയാസകരമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. ആ കാണുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാരണം കളവ് പറയും. കളവ് പറയുന്ന വ്യക്തികൾക്ക് അല്ലാഹു രാത്രിയിൽ കൊടുക്കുന്ന ശിക്ഷയാണ്. ഇനി രണ്ടാമത്തതോ, വാക്കുൽ ഹലാൽ, ഹറാമായ മുതൽ തിന്നാൽ, ഹലാലല്ലാത്ത മുതൽ തിന്നുന്ന വ്യക്തിക്ക് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്കുള്ള ശിക്ഷകൾ നൽകും. അവനാണ് കിടന്ന് നിലവിളിക്കുന്നത്. ഇപ്പം നിലവിളിക്കുന്ന നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും എന്ത്? ചിലരൊക്കെ നിലവിളിക്കുന്നുണ്ടാവും, ചിലരൊക്കെ കട്ടുമെന്ന് താഴെ വീഴും. എന്നെ ആരോ കൊല്ലാൻ വരുന്നോ, കുത്തിക്കൊല്ലുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി താഴെ വീഴും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ കളവാണോ നിങ്ങൾ കൂടുതൽ ഉപയോഗിച്ചത്? നിങ്ങൾ തിന്നത് ഹറാമാണോ ഹലാലല്ലേ എന്ന് പരിശോധിക്കുക. പിന്നെയോ, വൽ മുഹാഫദത്തു അൽ അവാമിരി വൽ നവാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വെടിയുകയും അള്ളാഹുവിൻ്റെ നിരോധനകൾ ജീവിതത്തിൽ പാർത്തുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഉണ്ടാവും. പിന്നെ എന്നിട്ട് പറയാം, വൽ യനം അലാ തഹാറത്തിൻ കാമില, ഇത് ദുസ്വപ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കാൻ അയാൾ എന്തൊക്കെ ചെയ്യണം? വൽ യനം അലാ തഹാറത്തിൻ കാമില, സമ്പൂർണമായി ഒലുണ്ടാക്കിയിട്ട് വേണം കിടക്കാൻ. സമ്പൂർണമായി ഒലുണ്ടാക്കിയിട്ട് കിടക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും ജീവിതത്തിൽ പാർത്തണം. അതോടൊപ്പം സത്യസന്ധമായി ജീവിക്കണം. അല്ലെങ്കിൽ അള്ളാഹു രാത്രിയിലും പരീക്ഷിക്കും. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണമുണ്ട്, അത് അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ പോയി കിടക്കുന്നത്. പക്ഷെ രാത്രിയിൽ നമ്മൾ അനുഭവിക്കുകയാണ്, അല്ലേ?
സ്വപ്നങ്ങൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്, അല്ലേ? അതെന്താ? മനോഹരമായ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടാവും, അല്ലേ? സ്വർഗത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ തന്നെ മരിപ്പിക്കുന്നത്, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കൂടെ യാത്രയാവുന്നത്, നല്ല നല്ല സ്വപ്നങ്ങൾ കാണും. റസൂലുള്ള പറഞ്ഞു, സ്വപ്നങ്ങൾ അർ-റുഇയ സലാസ, 3 രൂപത്തിലുണ്ടാവും സ്വപ്നം. ഒന്ന് അർ-റുഇയ സാലിഹ, ഏറ്റവും മനോഹരമായ സ്വപ്നം, അത് മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സത്യവിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്തയാണ്, മനോഹരമായ സ്വപ്നം. ഇനിയോ ഹുൽമ്. ഹുൽമ് പറഞ്ഞാൽ നമ്മളുടെ ദുസ്വപ്നം, അൽ ഹുൽമ്, അതും രണ്ടാമത്തെ സ്വപ്നം. അതെന്തായിരുന്നാ? തഹ്സീനും മിന ശൈത്താൻ, പിശാച് നമ്മളെ വേദനിപ്പിക്കുവാനും സങ്കടപ്പെടുത്താനും നമ്മളുടെ നേരെ കൊണ്ടുവരുന്ന സ്വപ്നമാണ് നമ്മളുടെ ദുസ്വപ്നങ്ങൾ. ഒരുപാട് ആളുകൾ ഇത്തരം സ്വപ്നങ്ങളൊക്കെ കാണുമ്പം വല്ലാണ്ട് പ്രയാസപ്പെടാറുണ്ട്. നമ്മൾ പ്രയാസപ്പെടുന്ന സ്വപ്നങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, കണ്ടവർക്ക് ഓരോരുത്തർക്ക് അറിയാൻ കഴിയും. ഞാൻ കണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എന്തായിരുന്നാലും വേദനിപ്പിക്കുന്ന സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതല്ല. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വപ്നം വിശ്വാസികൾക്ക് ലഭിക്കുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ ബിഷാറത്താണ്, സന്തോഷ വാർത്തയാണ് കേട്ടോ. വേദനിപ്പിക്കുന്നതോ മിന ശൈത്താൻ. ഇനിയോ വേറൊരു തരം സ്വപ്നമുണ്ട്, അതെന്താ പറയുക? ഇത് രണ്ടുമല്ല. അർ-റുയ മിമ്മ യുഹദ്ദിസു അൽ മർഉ നഫ്സഹു, നാം പകലിൽ ആഗ്രഹിച്ച, പകലിൽ ചിന്തിച്ച പല കാര്യങ്ങളും ഉറക്കത്തിൽ വരും. അത് രണ്ടുമല്ല. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകുക, പകലിൽ ആഗ്രഹിച്ചത്, പകലിൽ ചിന്തിച്ചത്, പകലിൽ സംസാരിച്ചത്, പകലിൽ ആരെങ്കിലും പറ്റിക്കാൻ നോക്കിയത്, വഞ്ചിക്കാൻ നോക്കിയതൊക്കെ ചിലപ്പോൾ സ്വപ്നമായിട്ട് യാഥാർത്ഥ്യമായിട്ട് വരും. അങ്ങനെ 3 തരം സ്വപ്നങ്ങളുണ്ട് കേട്ടോ. എന്നാൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ, ഇസ്ലാമിൽ അതിനും നിയമമുണ്ട്, മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടാൽ, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നു എന്ന നിലക്കുള്ള സ്വപ്നം നിങ്ങൾ കണ്ടാൽ, ഇതാ റഅ റുഅൻ യുഹിബ്ബുഹ, നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു സ്വപ്നം നിങ്ങൾ കണ്ടാൽ, ഫൈന്നഹ ഹിയ മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അത് പിശാചിൽ നിന്നല്ല. അത് അള്ളാഹുവിൽ നിങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണ്. അതിനെന്ത് വേണം? അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ, നിങ്ങൾ ഉണർന്നു പോയാൽ, ആ സ്വപ്നത്തിൽ ഉണർന്നാൽ അപ്പം തന്നെ ഫൽയഹ്മദില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയണം. ഈ സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു, നിങ്ങളെ കച്ചവടം പുരോഗമിക്കുന്നു, നിങ്ങൾ മനോഹരമായി ജീവിക്കുന്നു, നിങ്ങൾ ഹജ്ജിന് പോകുന്നതായി കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഉംറക്ക് പോകുന്നത് കാണുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മനോഹരമായ സ്വപ്നങ്ങളാണ്. അപ്പോൾ എഴുന്നേറ്റിട്ട് അൽഹംദുലില്ലാ എന്ന് പറയണം ഒരു സ്വപ്നം കണ്ടാൽ. ഫൽയഹ്മദില്ലാ. എന്നിട്ടോ വൽ യുഹദ്ദിസ് ബിഹ, ആ കണ്ട സ്വപ്നം നീ മറ്റുള്ളവരോട് സംസാരിക്കണം. ഞാൻ ഇന്നലെ ഇങ്ങനെ കണ്ടു സ്വപ്നത്തിൽ ഹജ്ജിന് പോയതായിട്ട്, അല്ലെങ്കിൽ കഅബ തവാഫ് ചെയ്യുന്നതായിട്ട്. അത് മറ്റുള്ളവരോട് പറയണം. എന്നിട്ട് പറയാ ഫലാ യുഹദ്ദിസ് ബിഹ ഇല്ലാമൻ യുഹിബ്. ഇത്തരം നല്ല നല്ല സ്വപ്നങ്ങൾ, അനുഗ്രഹം ലഭ്യമാകുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ അത് നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളോട് മാത്രമേ പറയാൻ പാടുള്ളൂ. നിനക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന സ്വപ്നം അള്ളാഹു രാത്രിയിൽ നിന്നെ ഉറക്കത്തിൽ നിനക്ക് നൽകിയാൽ അത് നീ ആരോട് പറയാൻ പാടില്ല? നിന്നെ വെറുക്കുന്ന, നിന്നോട് അസൂയുള്ള, നിന്നോട് പകയുള്ള ആളോട് പറയാൻ പാടില്ല. പകരം നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളോടെ പറയാൻ പാടുള്ളൂ. അത് ഒരു നിയമമാണ്. അതുപോലെ തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസിൽ കാണാം, അർ-റുഇയ ബിൽ ഹസന, ഏറ്റവും നല്ല സ്വപ്നം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്. വൽ ഹുൽമു മിന ശൈത്താൻ, ദുസ്വപ്നങ്ങൾ പിശാചിൽ നിന്നാണ്. ഫമൻ റഅ ഷൈഅൻ യക്റഹു, ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാൽ, അതാണല്ലോ കൂടുതൽ നമ്മൾ കാണല്, സങ്കടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആരെയും നമ്മളെ കൊല്ലാൻ വരുന്ന ഇതുപോലത്തെ കണ്ടാൽ എന്ത് ചെയ്യണം? നല്ലത് കണ്ടാൽ ഹംദ് ചെയ്തു. മോശപ്പെട്ട രൂപത്തിൽ നമ്മളെ ദ്രോഹിക്കുന്ന, നമ്മളെ കഷ്ടപ്പെടുന്ന, നമ്മൾ നേരം വെളുക്കോളം ചില ആൾക്കാരൊക്കെ മലൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് തൂങ്ങിയിട്ട് ഒരു കയറുമലും, ഇങ്ങനെ നേരിയ കയറുമലും തൂങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് നേരം വെളുക്കുമ്പോഴോ വേദനയാണ്, നെഞ്ഞുവേദനയാണ്, ശ്വാസം കിട്ടണില്ല. നേരം വെളുക്കോളം ചില ആൾക്കാർ വേറെ ഏതോ ഒരാൾ കത്തിയോണ്ട് കുത്തിയിട്ട് വയറിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് അപ്പുറത്തേക്ക് മൊന വന്നിട്ടുണ്ട്, ഇനിയും കയറിയാൽ മരിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ ശ്വാസം വിടാണ്ടൊക്കെ എടുക്കും നേരം വെളുക്കോളം, അല്ലേ? പല രൂപത്തിലാണ്. ചിലർ ബസ്സിൽ മറിയുന്നതായിരിക്കും, ചിലർ സ്കൂട്ടറിൽ നിന്ന് വീഴുന്നതായിരിക്കും, ചിലർ ബസ്സിൻ്റെ അടിയിൽ പെടുന്നതായിരിക്കും, ചിലർ ലോറിക്ക് അടിയിൽ പെടുന്നതായിരിക്കും, ചിലർ വണ്ടിക്ക് കൊടുക്കുന്നതായിരിക്കും, ചിലർ വെള്ളത്തിൽ വീഴുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ദുസ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടാൽ, ഫമൻ റഅ ഷൈഅൻ യക്റഹു, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടാൽ,
ഫൽ യൻഫുസ് അൻ ഷിമാലിഹി സലാസൻ. നിങ്ങൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ ഇടതുഭാഗത്തേക്ക് ഫൽ യൻഫുസ്, അവനൊന്ന് തുപ്പലില്ലാണ്ട് ഇതുകൊണ്ട് ഊതണം. തുപ്പലില്ലാതെ 3 പ്രാവശ്യം ഊതണം. എന്നിട്ടോ ഫൽ യസ്തൈദ്, എന്നിട്ട് അള്ളാഹുവിനോട് എന്ത് അൽ യതഅവ്വദ് മിന ശൈത്താൻ, പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം. അഊദു ബില്ലാഹി മിന ശൈത്താൻ റജീം എന്ന് പറയണം. എന്നിട്ടേക്ക് എടുക്കാവൂ. വളരെ മോശമായ പ്രയാസകരമായ സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങൾ കണ്ടാൽ എഴുന്നേറ്റ് 3 പ്രാവശ്യം നമ്മുടെ ഇടത് ഭാഗത്തേക്ക് തുപ്പുക. തുപ്പലില്ലാത്ത ഊത്ത് കേട്ടോ. എന്നിട്ടോ വൽ യതഅവ്വദ് മിന ശൈത്താൻ, പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം. ഇതൊക്കെ പിശാചിൻ്റെ ആണ്, അതുകൊണ്ട് അത് വേണം. എന്നിട്ടോ അങ്ങനെ വന്നാൽ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫൈനഹ ലാ തളുർ, ഒരു ഉപദ്രവവും നിങ്ങൾക്ക് ആ സ്വപ്നം മുഖേന ഉണ്ടാവില്ല. അനുഗ്രഹീതമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ റസൂൽ പറഞ്ഞു വൽ യതഹവ്വൽ അൻ ജൻബിഹി അല്ലദീ കാന അലൈഹി, ഏത് ഭാഗത്തേക്ക് കിടക്കുമ്പോഴാണോ സ്വപ്നം കണ്ടത്, ഈ ദുസ്വപ്നം കണ്ടത്, ആ സമയത്ത് ഊതിയതിന് ശേഷം മറുഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കണം. ഏത് ഭാഗത്താണോ കണ്ടത് ആ ഭാഗത്തിൻ്റെ വിപരീത ദിശയിലേക്ക് തിരിഞ്ഞെടുക്കണം. ഒരു സ്വപ്നം കാണുന്നതിൽ പോലും ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്, മനോഹരമായ നിർദ്ദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ചില ആൾക്കാർ നബീൻ്റെ അടുത്ത് വന്നിട്ട് വളരെ പ്രയാസകരമായ സ്വപ്നം കണ്ട സഹാബികൾ നബീൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. സ്വപ്നം പറയും. ഒരു സഹാബി, ഒരു ഗ്രാമീണനായ ഒരു സഹാബി നബീൻ്റെ അടുത്ത് വന്നു. ജാ റജുലുൻ ഇലൻ നബി ഇസ്ലാം, നബീൻ്റെ അടുത്ത് ഒരു സഹാബി വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, റഅയ്തു ഫിൽ മനാമി കഅന്ന റഅസി ഖുത്തിയ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാനൊരു സ്വപ്നം ഇന്നലെ കണ്ടിട്ടുണ്ട്. എൻ്റെ തല ആരോ വെട്ടിമുറിച്ചിട്ട് എൻ്റെ തല ഇങ്ങനെ ഉരുണ്ടു പോകുന്നതായിട്ട്. ഒരാളെൻ്റെ തല വെട്ടിമുറിക്കുകയും എൻ്റെ തല ഇങ്ങനെ ഉരുണ്ടു പോകുന്നതായിട്ടുള്ള സ്വപ്നം ഞാൻ കണ്ടത്. റസൂലുള്ളാഹിനോട് ഒന്ന് പറയാം. അപ്പോൾ ഫലഹിക്ക, റസൂലുള്ള അതൊരു ഗൗരവമായിട്ട് അദ്ദേഹം എടുക്കുകയും മാനസികമായി അദ്ദേഹം പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി നബി ചിരിച്ചു. നബി ചിരിക്കുക ചെയ്ത്. എന്നിട്ട് നബി പറഞ്ഞു, ഇതാ ലൈബ ശൈത്താനു ബി അഹദിക്കും, രാത്രിയിൽ നിങ്ങളുടെ കൂടെ പിശാച് കളിച്ചാൽ ഫലാ യുഹദ്ദിസ് ബിഹിന്നാസ്, അത്തരം സ്വപ്നങ്ങൾ നിങ്ങൾ ജനങ്ങളോട് പറയരുത്. ഇത്തരം ഭീകരമായ സ്വപ്നങ്ങൾ കണ്ടാൽ അത് നിങ്ങളോട് ആരോടും പറയരുത്. ഇസ്ലാമിൽ നിയമം അതാണ്. അതുപോലെ തന്നെ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മളെ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്, ഇല്ലേ? സ്വപ്നം കണ്ട് ഞാൻ ഇന്നത് കണ്ടു, അതിൻ്റെ വ്യാഖ്യാനം എന്താ? വ്യാഖ്യാനം പറയാൻ മാത്രമുള്ള പണ്ഡിതന്മാർ ഇന്ന് ഭൂലോകത്ത് ജീവിച്ചിരിപ്പില്ല. അതാദ്യങ്ങൾ അറിയണം. ഇമാം മാലിക്കി റഹ്മഹുല്ലയോട് അന്നഹു സുയില അൻ യുഅബ്ബിറ റുഇയ, ഒരാൾ വന്നിട്ട് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ആരോട്? ഷാഫി ഇമാമിൻ്റെ ഗുരുനാഥനായ ഇമാം മാലിക്കി റഹ്മഹുല്ലയോട്. മദീനത്തെ ജഡ്ജിയായിരുന്ന ഇമാം മാലിക്കി റഹ്മഹുല്ല. അല്ലേ? നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് പറയാൻ ഈ മിമ്പറിൻ്റെ മുകളിലൊന്നും പറ്റില്ല. അത്രയും വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ. അദ്ദേഹത്തോട് ചോദിച്ചു സ്വപ്ന വ്യാഖ്യാനം. അദ്ദേഹം പറയാം, അബി നുബുവത്തിൻ എല്ലാ നുബുവത്ത് കൊണ്ടാണോ കളിക്കുന്നതെന്ന്. എൻ്റെ അർത്ഥം മനസ്സിലായോ? ചില വിശ്വാസികൾ കാണുന്ന നല്ല നല്ല മനോഹരമായ സ്വപ്നങ്ങൾ നുബുവത്തിൻ്റെ അംശമാണ്, അതുകൊണ്ട് കളിക്കരുതെന്ന്. അതിന് വ്യാഖ്യാനം ചോദിച്ച് നടക്കണ്ട. ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ വലിയ പ്രയാസകരമായ സ്വപ്നങ്ങളൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും? ചില മൊയ്ലിയന്മാരോട് പോയി ചോദിക്കും. മൊയ്ലിയർക്ക് ഊന്നിയൊക്കെ കണ്ട് പറയും. എന്നിട്ട് പിന്നെ എനിക്ക് ഭ്രാന്താവും. ഒന്നുമില്ലെങ്കിലും വിശ്വാസം ഉണ്ടാവും. അതൊന്നുമല്ലെങ്കിലോ അവൻ്റെ ഈമാൻ തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഈമാൻ തകർക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ പിശാചിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് അള്ളാഹിനോട് അഭയം തേടുക. 3 പ്രാവശ്യം നമ്മളുടെ വലതു ഭാഗത്തേക്ക് തുപ്പുക. എന്നിട്ട് തുപ്പുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച മനസ്സിലാക്കുക, ഊതുക, തുപ്പലില്ലാതെ. എന്നിട്ടോ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ് കിടക്കുക. ഒരു പ്രയാസം ഉണ്ടാവില്ല. അതാ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഖുസ്സർ റുഇയ ഇല്ലാ അലാ ആലിമിൻ ഔ നാസിൻ, ഒരു ഗുണകാംക്ഷ ഉള്ള ഒരാളോടോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോടോ അല്ലാതെ കണ്ട സ്വപ്നം പറയാൻ പാടില്ല. നീ വിവരിക്കരുത്. ലാ തഖുസ്സർ റുഇയ, സ്വപ്നം പറയരുത്. ഇല്ലാ അലാ ആലിമിൻ ഔ നാസിൻ, ഒരു ഉപദേഷ്ടാവായിരിക്കും, എൻ്റെ ഗുണകാംക്ഷയുള്ളവൻ, അവരോടെ പറയാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിൽ ചില നിയമങ്ങളുണ്ട് സ്വപ്നം കാണുന്നതിന്. ഏതായിരുന്നാലും നമുക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടുക. ഏതായിരുന്നാലും സ്വപ്നത്തിൽ നിന്ന് തന്നെ നമുക്ക്
ഒരുപാട് അനുഗ്രഹീതമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി നമുക്ക് പ്രവാചകന്മാരുടെ സ്വപ്നം അത് നുബുവത്താണ്, അത് നുബുവത്തിൻ്റെ ഭാഗമാണ്. പ്രവാചകന്മാർ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. സാധാരണ മനുഷ്യന്മാരുടെ സ്വപ്നം ഇസ്ലാമിൽ നമ്മളുടെ ശരഈയായ നിയമത്തിന് തെളിവ് പറയാൻ പറ്റില്ല. എന്നാൽ അമ്പിയാക്കന്മാരുടെ സ്വപ്നമോ, അവരുടെ സ്വപ്നം 100% അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ്. 100%. വിശ്വാസികളുടേത് പലതും ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസമുള്ള ഈമാൻ വേണം, തഖ്വ വേണം, സത്യസന്ധത പുലർത്തണം, പിന്നെ അമ്രും നഹിയും അള്ളാഹിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും ജീവിതത്തിൽ പാർത്തുന്നവരാവണം. അത്തരം ആളുകൾ കാണുന്ന സ്വപ്നം 95% ശരിയായിരിക്കും, പുലരും. പക്ഷെ അതിവിടെ ഉണ്ടോന്നില്ല. ഈ ആള് ആർക്കവിടെ ഈമാനുള്ളത്, ആർക്കവിടെ തഖ്വ ഉള്ളത്? ആരാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ 100% സ്വീകരിക്കുന്നവർ, അള്ളാഹുവിൻ്റെ വിരോധനകൾ 100% വെടിഞ്ഞവരാരാ? എല്ലാവരുടെടുത്തും അങ്ങനെ ഉണ്ടാകുന്നവർ. നമുക്ക് പറ്റിയ ഭാഗം നമ്മൾ എടുക്കും. അല്ലെ ഇസ്ലാമിൻ്റെ അങ്ങനല്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, അത്തക്ഫുറൂന ബിബഅദിൽ കിതാബ് വതുഅ്മിനൂന ബിബഅദിൽ കിതാബ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഇസ്ലാമിൻ്റെ ഖുർആൻ്റെ ഭാഗം എടുക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? അത് നിങ്ങൾ ഒഴിവാക്കിക്കളി. അല്ലേ? ഇപ്പോൾ ഒരു സ്വത്ത് വരികയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ശറഈന്റെ നിയമപ്രകാരം നിങ്ങൾക്കാണ് സ്വത്ത് അധികം കിട്ടുന്നുണ്ടെങ്കിൽ ഏതാ എടുക്കുക? എല്ലാവരും പറഞ്ഞു ഇത് ഇത്ര നമുക്ക് വസിയത്തൊക്കെ എടുക്കണം, ബാപ്പൻ്റെ വസിയത്തുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരും. എപ്പോൾ വസിയത്ത് എടുക്കൂലേ നമ്മൾ? എപ്പം നമുക്ക് നഷ്ടമാവുന്നുണ്ട്. നമുക്ക് ലാഭമാവുകയാണെങ്കിലോ ബാപ്പൻ്റെ വസിയത്തിന് ഭയങ്കര വിലയാണ്. അല്ലേ? വസിയത്തിൻ്റെ സ്ഥാനം ഉണ്ടാവുള്ളത് നമ്മൾ വേറെ ചർച്ച ചെയ്യാം. വസിയത്ത് സാധാരണഗതിയിൽ ശറഈയായ നിയമപ്രകാരം സ്വത്ത് കിട്ടേണ്ട ആളുകൾക്കല്ലല്ലോ. വസിയത്ത് വെച്ചെന്തിനാ അറിയോ? മകൻ മരിച്ചപ്പോൾ മകൻ്റെ മക്കളുണ്ട്. പക്ഷെ മക്കൾക്ക് വല്യപ്പാൻ്റെ സ്വത്തിൽ എന്തുണ്ടാവില്ല, അവകാശം ഉണ്ടാവില്ല ഇസ്ലാമിക നിയമപ്രകാരം. എന്നാലോ ഈ അയാൾക്ക് എന്ത് ചെയ്യാം? വസിയത്ത് ചെയ്യാം തൻ്റെ പേരക്കുട്ടിക്ക്. അതിനാ ഈ വസിയത്ത്. അല്ലാണ്ട് ഈ വസിയത്ത് പറഞ്ഞാലേ എനിക്ക് ദേഷ്യമുള്ള മക്കൾക്ക് കൊടുക്കാണ്ടിരിക്കാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട മക്കൾക്ക് ചെയ്യാനും കൊടുക്കാനുള്ള ഏർപ്പാടല്ല അത്. ഉണ്ടോ? സാധാരണ അങ്ങനെയാ. പിന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഇപ്പം പുതിയ ജനറേഷനിൽ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലേ? ഭാര്യ തലാക്ക് ഇല്ല, രണ്ടാമത് കെട്ടുക, പലയായി നമ്പർ നടക്കുന്നുണ്ട്. അപ്പം അതിലേക്കൊന്നും ഞാൻ കിടക്കില്ല. എന്നേക്കാൾ അറിയും നിങ്ങൾക്ക്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയുന്നത് ഇവിടുത്തെ തരികിടൻ്റെ ആൾക്കാരുടെ പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. എന്നിട്ടോ അവരും സ്വപ്നം കാണും. ആ സ്വപ്നങ്ങൾ അവർ വ്യാഖ്യാനത്തിന് വരും. ഒരു വ്യാഖ്യാനത്തിനും അടിസ്ഥാനമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ സ്വപ്നം മാത്രമാണ് 100% സത്യസന്ധം. അത് വഹിയുമാണ്. നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് യൂസുഫിലൊരായത്ത് നമുക്കൊന്ന് കേട്ടുനോക്കാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 12 വയസ്സുള്ളപ്പം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം അദ്ദേഹം തൻ്റെ പിതാവിനോട് പറയുന്ന രംഗമാണ് ഞാൻ നിങ്ങളോട് മുമ്പിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് യൂസുഫിലെ ആയത്ത്. ഒന്ന് കേൾക്കാം. അള്ളാഹു പറയാണ്, ഇത് ഖാല യൂസുഫ് ലി അബീഹി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് നേരം വെളുത്തപ്പം, 12 വയസ്സുള്ള സമയത്ത് നേരം വെളുത്തപ്പം ബാപ്പാനോട് ഒന്ന് പറഞ്ഞു, യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഇന്നി റഅയ്തു 11 കൗകബൻ. അള്ളാഹുവിൻ്റെ പിതാവിനോട് പ്രവാചകനായ തൻ്റെ പിതാവായ യാക്കൂബ് നബിയോട് പറഞ്ഞു, ഇന്നി റഅയ്തു 11 കൗകബൻ, ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. വശംസ, ഒരു സൂര്യനെയും, വൽ ഖമറ, ഒരു ചന്ദ്രനെയും, റഅയ്തുഹും ലീ സാജിദീൻ, ഇവയെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട്. ഇതാ കണ്ട സ്വപ്നം. നമ്മളൊന്നാം ജീവിതത്തിൽ കാലം വരെ അങ്ങനത്തെ ഒന്നും കാണൂല. സൂര്യന്, ചന്ദ്രന്, നക്ഷത്രം, മലക്കുകൾ, ഇതൊന്നും നമ്മൾ കാണൂല. നമ്മൾ കാണണം എന്താന്ന് ഞാൻ പറയണമില്ല. കാരണം മനുഷ്യ ജീവിതം ദുഷിച്ചാൽ, കളവ് പറയുന്ന മനുഷ്യൻ, തഖ്വയില്ലാത്ത മനുഷ്യൻ, തമ്മാടിയായ മനുഷ്യൻ, താന്തോന്നിയായ മനുഷ്യൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഭീകരവും പ്രയാസപ്പെടുത്തുന്നതും ശാരീരികവും മാനസികവുമായി സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന സ്വപ്നങ്ങളാണ്. അപ്പം നമുക്കൊക്കെ നമ്മളുടെ അനുഭവം ഉണ്ടാവില്ലേ ഒരുപാട്. അപ്പം ചിലരൊക്കെ ബേജാറാവും. ചിലർ മയ്യത്ത് കണ്ടു, ബാപ്പ മരിക്കുന്നത് കണ്ടു, ഓൻ തന്നെ മരിക്കുന്നത് കണ്ടു, ഓൻ്റെ മയ്യത്തുണ്ടോ കണ്ടു. ഇങ്ങനെ പല ജാതി നമ്പറുണ്ട്. എന്താ നിങ്ങളെ വേദനിപ്പിക്കുന്ന സ്വപ്നമാണോ? അതൊന്നും അള്ളാഹുവിൽ നിന്നല്ല, മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്നാണ്. അത് ഉറപ്പിച്ചു വെക്കുക. അത്തരം സ്വപ്നം കണ്ടാലോ നമ്മൾ പറഞ്ഞില്ല, എന്താ പറയണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം, അല്ലേ? നേരെ മറിച്ച് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടാലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഉണ്ടോ? മറക്കണ്ട. അപ്പോൾ ഇതിനൊന്നും സാധാരണഗതിയിൽ ഇതിനൊക്കെ പ്രതിഫലമുള്ള കാര്യം. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഒരു പ്രതിഫലമുണ്ട്. നമുക്ക് ഈമാൻ കൂടുകയും ചെയ്യും, കേട്ടോ. നമ്മൾ ആര് പറഞ്ഞ് പേടിപ്പിച്ചാലും പേടിക്കൂല. കാരണം നമ്മൾ അള്ളാഹുവിൽ അഭയം തേടിയതാണ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൻ്റെ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 12 വയസ്സുള്ളപ്പോൾ പറഞ്ഞ സ്വപ്നമാണ്. എൻ്റെ മുമ്പിൽ പ്രവാചക പിതാവേ, യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ, ഒരു സൂര്യൻ ഒരു ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എല്ലാം തന്നെ റഅയ്തുഹും ലീ സാജിദീൻ, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പ പറയാം മോനോട്, മോനെ ലാ തഖ്സുസ് റുയാക്, നിന്റെ സ്വപ്നം നീ പറഞ്ഞു കൊടുക്കരുത്, അലാ ഇഖ്വത്തിക, നിന്റെ സഹോദരന്മാരോട്. ഉണ്ടോ? സ്വപ്നം നല്ലത് കണ്ടാൽ നീ പറഞ്ഞു കൊടുക്കരുത്. ഫയക്കീദൂലക കൈതൻ, അവർ നിന്നോട് ചതി പ്രയോഗിക്കാം. കാരണം എന്താ? പിശാച് മനുഷ്യൻ്റെ ജന്മശത്രുവാണ്. അതുകൊണ്ട് സഹോദരന്മാരോട് പറയണ്ട. ഞാൻ എൻ്റെ വിഷയം അതല്ല, എൻ്റെ വിഷയം അദ്ദേഹം കണ്ട സ്വപ്നം സമ്പൂർണമായും അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സ്വപ്നമായിരുന്നു എന്നത് ഈ ചെറിയ പ്രായത്തിൽ അള്ളാഹു കാണിച്ചു. ഒരു സന്തോഷ വാർത്ത. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇതേ പറഞ്ഞ സഹോദരന്മാർ, നമുക്കറിയാം, അൽക്കൗഹു ഫിൽ ജുബ്, അവർ പൊട്ടം കെട്ടി കൊണ്ടുപോയിട്ടിട്ട് ഉപേക്ഷിച്ചു. അതൊക്കെ കാരണം അറിയാലോ. സ്വന്തം സഹോദരനെ കിണറ്റിലിട്ടു. അതാണ് നേരത്തെ പറഞ്ഞത് ഇത് പറയണ്ടെന്ന്. കാരണം ഇത് പ്രവാചകന്മാർ ആകാൻ പോകുന്ന ആളുകളുടെ സുവിശേഷമുള്ള സന്തോഷ വാർത്തയുള്ള സ്വപ്നമാണെന്ന് ബോധ്യപ്പെട്ട യാക്കൂബ് നബി മകനോട് പറഞ്ഞതാ പറയണ്ടാണ്. ചെറിയ കുട്ടിയല്ലേ യൂസുഫ്, സഹോദരന്മാരോട് പറഞ്ഞു. ചുരുക്കി പറയാം, സഹോദരന്മാർ യൂസുഫിനെ പൊട്ടം കിണറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. അങ്ങനെ വർഷങ്ങൾ പലത് കടന്നുപോയി. യൂസുഫിനെ ആ രാജ്യത്തുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ അസീസ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരല്ല എന്നാണ് വിശദീകരിച്ചത്. അപ്പം അദ്ദേഹം ആ കുഞ്ഞിനെ സൂക്കുർ റക്കീക്കിൽ വെച്ച്, അടിമ മാർക്കറ്റിൽ വെച്ച് വാങ്ങി. എന്നിട്ട് ഭാര്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ ഇവനെ അക്രിമി മസ്വ, നിൽക്കുന്ന സ്ഥലം വരെ ബഹുമാനിക്കണം. ഇവനെ നീ ഒരു അടിമക്കുട്ടിയായിട്ട്, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു കുട്ടിയായിട്ട് എടുക്കരുത്. നീ ഇവനെ അത്രമാത്രം ബഹുമാനിക്കണം. കാരണം എന്താ? ഇവൻ്റെ മൻപിത്ത്, ഇവൻ്റെ മുളച്ചേടം അത്ര മനോഹരമാണെന്നാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ പോറ്റാം. നമുക്കേതായാലും മക്കളില്ലല്ലോ, നമുക്കിവനെ നെത്തഹ്റഹു വലത, നമുക്കവനെ പോറ്റുമകനാക്കിയിട്ട് പോറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആക്കിയില്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിന് ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യൗവനത്തിലേക്ക് വന്നപ്പോൾ അവിടെ വെച്ചൊരു വലിയ പരീക്ഷണം ഉണ്ടായി അല്ലേ? ആ പരീക്ഷണം കാരണത്താൽ യൂസുഫ് നബി ജയിലിലായി, അറിയാലോ. അതെല്ലാം കാലങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലുണ്ടായിരുന്ന ഒരു രാജാവ് ഒരു സ്വപ്നം കണ്ടു. അതറിയാലോ. സ്വപ്നം എന്ന് ഞാൻ പറയുന്നില്ല. 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടു. അപ്പം അതിൻ്റെ വ്യാഖ്യാനം തേടിക്കൊണ്ട് അള്ളാഹു യൂസുഫ് നബിക്ക് കൊടുത്തൊരു അറിവായിരുന്നു എന്ത്? തഅ്വീലുൽ അഹാദീസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അള്ളാഹു യൂസുഫ് നബിനെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ യൂസുഫ് നബിക്ക് ഇത് അറിയാമെന്ന് മനസ്സിലാക്കിയ രാജാവ് യൂസുഫ് നബിയോട് ഈ കാര്യം അന്വേഷിച്ചു. അപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, 37 സനവാത്ത്, 7 വർഷം രാജ്യത്ത് വരും. അന്ന് നല്ലോണം മഴ വർഷിക്കും. തുംതിറുഫിയസമാകും. അങ്ങനെ ഫതുഹ്സിബുൽ ബിലാദ്, നാടെല്ലാം ഫലഭൂയിഷ്ടമാവും. സുമ്മ 37 സനവാത്ത്, പിന്നെ 7 വർഷം വരും. ലാ തുംതിറുഫിയസമാകും, ആകാശത്തിന് ഒരു തുള്ളി മഴ പെയ്യൂല. ഒരു സ്വപ്നത്തിൽ വ്യാഖ്യാനം കേട്ടോ. 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നു. 7 ഉണങ്ങിയ നെൽക്കയര് 7 പച്ച നെൽക്കയറിനെ തിന്നായിരുന്നു സ്വപ്നം രാജാവിൻ്റെ. അതിൻ്റെ വ്യാഖ്യാനമാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? അതും അല്ല പറയാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് യൂസുഫ് നബിനെ. അല്ലം തഹൂമിൻ തഅ്വീൽ അഹാദീസ് അല്ലേ? ഞാൻ അദ്ദേഹത്തിന് തഅ്വീൽ അഹാദീസ്, ഹദീസുകളുടെ ഈ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, ഒരു 7 വർഷം വരും, അപ്പം നല്ല മഴ പെയ്യും. അങ്ങനെ നാടെല്ലാം നല്ലോണം ഫലഭൂയിഷ്ടമാവും. പിന്നൊരു 7 വർഷം വരും, ഒരു തുള്ളി മഴ പെയ്യൂല. അങ്ങനെ ഫതുജ്ദിബുൽ ബിലാദ്, നാടെല്ലാം വരണ്ടു പോകും. അതാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നല്ല ഫലഭൂയിഷ്ടമാകുന്ന കാലത്ത് വരൾച്ചയുടെയും പട്ടിണിയുടെയും കാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചു വെക്കണം. അതാണ് ചുരുക്കം. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചോളം മനോഹരമായ സ്വപ്നമാണ്. ഏതാവട്ടെ, ഈ സ്വപ്നമൊക്കെ കണ്ട് അവസാനം യൂസുഫ് നബിനെ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഏത്? ഭക്ഷ്യകാര്യ വകുപ്പ്, ഈജിപ്തിലെ ഭക്ഷ്യകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ. അദ്ദേഹം എവിടുന്നാണ് വരുന്നത്? പൊട്ടം കെട്ടുന്ന അടിമ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് ഒരു പ്രയാസത്തിൽ, ആ പ്രയാസമൊക്കെ ഒന്നും പറയാൻ നേരില്ല, ഏതാണെന്നില്ല, ആ പ്രയാസപ്പെട്ട് ജയിലിലായി.
ഒരുവിധ ആളുകൾക്ക് അറിയാം, മുസ്ലിങ്ങളായി ജനിച്ചവർക്കൊക്കെ അറിയാം എന്തുകൊണ്ടാണ് യൂസുഫ് നബി ജയിലിലായത്. അതിനുശേഷം ഈ സ്വപ്ന വ്യാഖ്യാനത്തിന് ശേഷം അദ്ദേഹത്തെ അള്ളാഹു വീണ്ടും ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെ, ഇപ്പം നമ്മളൊക്കെ ജീവിതത്തിലുണ്ടാവും അല്ലേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അവസാനം നിങ്ങളിപ്പോൾ ഇവിടെ കോഴിക്കോട്ട് ഏറ്റവും വലിയ മലയാളിയായിട്ടുണ്ടാവും. മുമ്പ് ഇങ്ങനെയൊക്കെ തെണ്ടിപ്പെറുക്കി അങ്ങാടിയിലൊക്കെ നടന്നായിരിക്കും റാലിൻ്റെയും തീട്ടും, മനസ്സിലായോ? ഇപ്പം നിങ്ങൾ നാട്ടിൽ കേമന്മാരായിട്ടുണ്ടാവും അല്ലേ. പഴയ കാലം ആലോചിച്ചാൽ കിട്ടൂലേ? യൂസുഫ് നബിൻ്റെ ജീവിതം അതാണ് പഠിപ്പിച്ചു തരുന്നത്, നമുക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല. അങ്ങനെ യൂസുഫ് നബി ഈജിപ്തിലെ ഭക്ഷ്യകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വമായി. ആ സമയത്ത് ഈ തൻ്റെ പിതാവായ യാക്കൂബ് നബിയും തൻ്റെ സഹോദരന്മാർ താമസിച്ചിരുന്ന രാജ്യമായ കൻആൻ എന്ന പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത്. അവിടെ അതിശക്തമായ പട്ടിണി വന്നു. അപ്പം പട്ടിണി കിടന്നിട്ട് മരണത്തിനോട് അടുത്ത രൂപത്തിലായപ്പോൾ യാക്കൂബ് നബി പറഞ്ഞു മക്കളോട്, നിങ്ങളൊന്ന് പോയി നോക്കി, ഈജിപ്തിലൊരു മാന്യനായ ഭരണാധികാരി വന്നിട്ടുണ്ട്, അദ്ദേഹം എല്ലാവർക്കും റേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടുമെന്ന് പോയി നോക്കിയാൽ. ഞാനെല്ലാവരും പോയി അവിടെ ചെന്ന്. ഇപ്പം യൂസുഫ് നബിക്ക് സഹോദരന്മാരെ കണ്ടപ്പോൾ മനസ്സിലായി ഇതെൻ്റെ ജ്യേഷ്ഠന്മാരാണെന്ന്. തന്നെ അന്ന് കിണറ്റിൽ ഉപേക്ഷിച്ച ജ്യേഷ്ഠന്മാരാണെന്ന് യൂസുഫ് നബിക്ക് മനസ്സിലായി. കാരണം യൂസുഫ് നബിയാണല്ലോ വലുതായത്. അവർ വലുതാവുമ്പോഴാണല്ലോ യൂസുഫ് നബി ഒരു ഉപേക്ഷിച്ചത്. അതുകൊണ്ട് വേഗം ഏട്ടന്മാരാർക്ക് മനസ്സിലായി, അഞ്ചന് മനസ്സിലായി. ചുരുക്കി പറയാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു ആദ്യത്തെ പ്രാവശ്യം അവർക്ക് ഭക്ഷണമൊക്കെ നന്നായി കൊടുത്തു അയച്ചു ഓരോ വീട്ടിലേക്ക്. രണ്ടാം പ്രാവശ്യം വീണ്ടും വന്നപ്പോൾ അദ്ദേഹം ബിന്യാമീനെ പിടിച്ചു വെക്കാൻ വേണ്ട ഒരു തന്ത്രം ഉപയോഗിച്ചു. ഒന്നുമില്ല, അവിടുത്തെ അളവ് പാത്രം ബിന്യാമീൻ്റെ ചാക്കിൽ വെച്ചു. എന്തിനാ? അവിടെ അന്നത്തെ നിയമം എന്താ വെച്ചാൽ കട്ടോൻ്റെ കൈമുറിക്കുന്ന നിയമം മുഹമ്മദ് നബിയുടെ കാലത്താണ് വരുന്നത്. ആ കാലത്തുള്ളത് ആരാണോ കട്ടത് ഓരോ ജയിലിലാക്കും, തടവിലാക്കും. അപ്പോൾ യൂസുഫ് നബിക്ക് ബിന്യാമീനെ കാണാൻ വേണ്ടിയിട്ട് പൂതി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ചുരുക്കി പറയാം, അവസാനം പിന്നീട് ഇവരെല്ലാവരും കൂടി യൂസുഫ് നബിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ബാപ്പിയും ഉമ്മയും ഈ 11 മക്കളും വന്നപ്പോഴോ അവിടെയാണ് വിഷയം. 11 നക്ഷത്രങ്ങളും ഒരു സൂര്യനും ഒരു ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവിടത്തേക്ക് അത് പോകുന്നുണ്ട്. കണ്ടത് 12ാമത്തെ വയസ്സിൽ, പുലർന്നതോ അതാ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തൻ്റെ പിതാവും ഉമ്മയും ബാപ്പിയൊക്കെ വന്നപ്പം റഫ അബൈഹി അലൽ അർശ്, യൂസുഫ് നബി തൻ്റെ മാതാപിതാക്കളെ സിംഹാസനത്തിൽ കയറ്റിയിരുത്തി, ബഹുമാനിച്ചിട്ട് കയറ്റിയിരുത്തി. എന്നിട്ടോ വഹറൂ ലഹു സുജ്ജദൻ, അപ്പം അവരെല്ലാം യൂസുഫ് നബിൻ്റെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചു. സുജൂദ്, താഴ്മയുടെ വിനയത്തിൻ്റെ സുജൂദ് അർപ്പിച്ചു. വക്കാല, അപ്പം യൂസുഫ് നബി പറഞ്ഞു, യാ അബത്ത്, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഹാദാ തഅ്വീലു റുഇയായ മിൻ ഖബൽ, ഞാൻ കുട്ടിക്കാലത്ത് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈ കാണുന്നത്. സൂര്യനാകുന്ന ഉപ്പയും ചന്ദ്രനാകുന്ന എൻ്റെ ഉമ്മയും നക്ഷത്രങ്ങളാകുന്ന എൻ്റെ 11 സഹോദരന്മാരും ഇതാ ഇന്നിപ്പം എൻ്റെ മുമ്പിൽ സുജൂദിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത് കത് ജാലഹ റബ്ബി ഹക്ക, എൻ്റെ റബ്ബ് അന്ന് എനിക്ക് കാണിച്ചു തന്ന സത്യമായി പുലർന്നു ആ സ്വപ്നം. അതാണ് സ്വപ്നം. അപ്പം പ്രവാചകന്മാർ കാണുന്ന സ്വപ്നങ്ങൾ സമ്പൂർണമായും പൂർണ്ണമായും അത് സത്യസന്ധമായിരിക്കും. വിശ്വാസികളുടെ 90% ശരിയായിരിക്കും. കാരണം അത് നമ്മളെ വിശ്വാസത്തിൻ്റെയും തഖ്വയുടെയും ഈമാൻ്റെയും അടിസ്ഥാനത്തിൽ. ഏതായിരുന്നാലും മനോഹരമായ സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഉറക്കത്തിൽ കാണുന്ന ഈമാനുള്ള തഖ്വയുള്ള, അതോടൊപ്പം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, നന്മകളും തിന്മകളും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിതത്തിലും ഉറക്കത്തിലും മരണത്തിലും ഖബറിലും അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും പകർത്തി ജീവിക്കുന്ന മുത്തഖീങ്ങളാകണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം പ്രവാചകന്മാർ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട സ്വപ്നം നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. വിശ്വാസികളായ നമ്മളൊക്കെ കാണുന്ന സ്വപ്നങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്നത് പലതും ഉണ്ടാവും.
ഞാൻ പറഞ്ഞ 95% സത്യസമ്പൂർണമായി പുലരുന്നതായിരിക്കും. അതിൽ 5% ചില പിശാച് തന്നെ ചില വിശ്വാസികളെ രാത്രി പിടികൂടും. അപ്പോഴാണ് അൽ ഹുൽമു മിന ഷൈത്താൻ. അവർക്കാണ് ദുസ്വപ്നങ്ങൾ പിശാചിൽ നിന്നും, അറുയ സാലിഹ മിനല്ല, നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ് കേട്ടോ. അത് നല്ലോണം ഓർത്ത് വെക്കുക. ഇതിനൊന്നൊരു വ്യാഖ്യാനം ചോദിച്ച ആരുടെ പിന്നാലെ നടക്കണ്ട കേട്ടോ. വ്യാഖ്യാനം ചോദിക്കാതിരിക്കാനാണ് അത് പഠിപ്പിക്കുന്നത്. വ്യാഖ്യാനത്തിൻ്റെ വിഷയങ്ങളിലേക്ക് കടന്നാൽ അത്ഭുതകരമായ പലതും പറയാനുണ്ട്. കാരണം ചില ആൾക്കാർ ഇന്നെ ഔലിയൻ്റെ സ്വപ്നം കണ്ടു, ഞാൻ CM മടവൂരിൻ്റെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞു നടക്കണമല്ലോ അല്ലേ. അതൊക്കെ പിന്നെ ശൈത്താൻ. അപ്പം ഒരാൾ നല്ല സ്വപ്നം കാണാൻ എന്ത് വേണം? ഈമാൻ വേണം. നിങ്ങൾക്കാ വേണ്ടത്, ഔലിയക്കല്ല. ഈമാൻ വേണം, തഖ്വ വേണം, അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാർത്തണം, അള്ളാഹുവിൻ്റെ വിരോധനകൾ ജീവിതത്തിൽ വെടിയണം. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല സ്വപ്നം കാണാൻ കഴിയും. അത് നമ്മളാ കാണേണ്ടത്. നമ്മൾ നല്ല ആൾക്കാരെ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ, കാണാം. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ രൂപവും ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് കാണാനൊന്നും പ്രയാസമാണ്. നബിയെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട സ്വപ്നം അതെന്തായെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദി പ്രബോധനം ആരംഭിച്ചപ്പോൾ തന്നെ സ്നേഹിച്ച, തന്നെ ആദരിച്ച, തന്നെ എല്ലാ നിലക്കും ബഹുമാനിച്ച അൽ അമീൻ എന്നും സാദിഖു സദൂഖ് എന്നൊക്കെ അഭിസംബോധന ചെയ്ത ആ ജനത തൗഹീദി പ്രബോധനം നബി ആരംഭിച്ചപ്പോൾ ആ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുന്ന രംഗം വല്ലാത്ത ദയനീയമായിരുന്നു. നബി അവസാനമായി മക്കത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയുന്നുണ്ട്, അള്ളാഹുവേ, മക്ക എന്ന് പറയുന്ന രാജ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമാണ്. എന്നെ ഈ സമൂഹം ബഹിഷ്കരിച്ചിട്ടില്ല എന്നെങ്കിൽ ഞാൻ മക്കത്ത് നിന്ന് പോകില്ലായിരുന്നു നബി പറഞ്ഞ് കരയുന്നുണ്ട്. ഒരു കരയുന്ന രംഗമുണ്ട്. ആ സമയത്ത് അള്ളാഹിൻ്റെ പ്രവാചകൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം സൂറത്തു ഫത്ഹിൽ അള്ളാഹു പറയുകയാണ്. കേട്ടു നോക്കാം എന്താ പറഞ്ഞത്. ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ട സ്വപ്നം അള്ളാഹു സാക്ഷാത്കരിച്ചു. അറുയൽ ബിൽ ഹഖ്, സത്യസമ്പൂർണമായി സാക്ഷാത്കരിച്ചു മുഹമ്മദ് നബി കണ്ട സ്വപ്നം. അതെന്താ സ്വപ്നം? ഈ ആട്ടി ഓടിച്ച മക്കായിലേക്ക് തന്നെ ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹ് ആമിനീൻ. മുഹമ്മദ് നബിയും അനുയായികളും മക്കയിലേക്ക് നിർഭയരായി തിരിച്ചു വരും, ഇവിടെ പ്രവേശിക്കും, ഈ മക്ക എന്ന രാജ്യത്ത്. റസൂലുള്ള കണ്ട സ്വപ്ന അത് അള്ളാഹു സത്യമായി പുലർത്തിയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് പറയാം എങ്ങനെ പ്രവേശിക്കും. മുഹല്ലിഖീന റൂസക്കും വ മുഖസ്സിരീൻ. അവരുടെ മുടി പാടെ വടിച്ചുകൊണ്ടും മുടി വെട്ടിക്കൊണ്ടും. അതേതാ സന്ദർഭം? ഏതാ സന്ദർഭം? സാധാരണ നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയാൽ 2 വിധത്തിൽ മുടി വെട്ട അല്ലേ. ഒന്ന് പാടെ വടിക്കും, മറ്റൊന്നോ വെട്ടുക അല്ലേ, ക്രോപ്പ് ചെയ്യും. ഇത് 2 തരത്തിൽ ആളുകൾ വരുന്ന നിർഭയരായിട്ട്. അത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വപ്നം കണ്ടു. അതാ. എന്നിട്ടോ ലാ തഖാഫൂൻ, ആരെയും ഭയമില്ലാതെ, ഒരാളെയും ഭയമില്ലാതെ മുടി വെട്ടിയവരായും മുടി വെടിച്ചവരായും നബിയും സഹാബത്തും വരും. വന്നില്ലേ? മക്കം ഫത്ഹോടുകൂടി അതിൻ്റെ മുമ്പ് തന്നെ ഉംറ നിർവഹിക്കാൻ നബിയും സഹാബത്തും വന്നില്ലേ? പള്ളി പ്രവേശിച്ചില്ലേ? മുമ്പ് തന്നെ നബിക്ക് സ്വപ്നം കാണിച്ചു കൊടുത്താൽ വരും. നിന്നെ ഇവിടുന്ന് നാട്ടിൽ പുറത്താക്കി നാട്ടിലേക്ക് നിനക്ക് വരാൻ അള്ളാഹു അവസരം ഉണ്ടാക്കും. ഇതൊരു സ്വപ്ന. അത് അമ്പിയാക്കന്മാരുടെ സ്വപ്നമാണ്. ഇതുപോലുള്ള സന്തോഷകരമായ സ്വപ്നങ്ങൾ കാണാനും അവസരം ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വപ്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ബലി പെരുന്നാളിന് ബലിയിറക്കുന്നത് അല്ലേ. എന്തായിരുന്നു ആ സ്വപ്നം? അതും ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് സാഫാത്തിൽ അല്ലേ. എന്താ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെ പ്രായം ചെന്ന സമയത്താണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഒരു മകനെ കൊടുക്കുന്നത്. എന്നിട്ട് ആ കുട്ടി തൻ്റെ പിതാവിനോടൊപ്പം ജോലി ചെയ്യാൻ സമയമായപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വപ്നം കണ്ടു. എന്താ കണ്ട്? ഇന്നി അറാഫിൽ മനാമി അന്നി അതുബഹുക്ക. മോനെ, നിന്നെ അറുക്കണമെന്നാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് സ്വപ്നത്തിലൂടെ. വഹി സ്വപ്നമായിട്ടാണ് വരുന്നത്. ഇന്നി അറാഫിൽ മനാമി, ഉറക്കത്തിൽ ഞാൻ കാണുന്നു. എന്ത്? അന്നി അതുബഹുക്ക, നിന്നെ ഞാൻ അറുക്കണമെന്ന്. ഫൻദുർ മാതാത്തറ, നീ പറയൂ നിൻ്റെ അഭിപ്രായം എന്താണ്? മാതാത്തറ. ആ കുട്ടി പറഞ്ഞു, ഇഫ്അൽ മാ തുഅ്മർ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, പിതാവേ, നിങ്ങളോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തോളൂ. സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. എന്നെ നിങ്ങൾക്ക് ക്ഷമാശാലികളിൽ കാണാം. ആ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം നബി തൻ്റെ മകനെയും കൂട്ടി
ബലികർമ്മത്തിന് പുറപ്പെടുന്നു. അപ്പോഴാണ് അള്ളാഹ് പറയുന്നത്, നിന്റെ സ്വപ്നം ഇബ്രാഹിമെ നീ പൂർത്തീകരിച്ചിരിക്കുന്നു, ലക്കത് സദക്ക, സത്യമായി പുലർത്തിയിരിക്കുന്നു നിന്റെ സ്വപ്നം. അപ്പോൾ ആ സ്വപ്നങ്ങൾക്കൊക്കെ വ്യാഖ്യാനങ്ങളും ആ സ്വപ്നങ്ങൾക്കൊക്കെ പല നിർദ്ദേശങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മൾ ബലികർമ്മം നിർവഹിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണ് യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാശാലികളിൽ കാണാമെന്ന് മകൻ പറയുന്നു. ഉപ്പ ബലികർമ്മത്തിന് ഒരുങ്ങിയപ്പോൾ അള്ളാഹു പറയുന്നു, ഖദ് സദ്ദഖ്ത റുഅ്യ, ഇബ്രാഹിമെ നീ നിന്റെ സ്വപ്നം സത്യസമ്പൂർണ്ണമായി പുലർത്തി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് മനുഷ്യബലി നടത്താണ്ടക്കാൻ, മനുഷ്യബലി അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയല്ല എന്ന് പഠിപ്പിക്കാനാണ് പകരം ഒരു സ്വർഗത്തിൽ നിന്ന് ഒരു ആടിന് അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേന അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്ത് ഇദ്ബഹ് ഹാദ വലാ തദ്ബഹ് ഇസ്മായില, ഇസ്മായിലിനെ അറുക്കേണ്ടതില്ല, നീ ആടിനെ അറുത്താൽ മതി. ഒരു സ്വപ്നമാണത്. ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ബലികർമ്മം നിർവഹിക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ഇതുവരെ പറഞ്ഞത്, അമ്പിയാക്കന്മാർ സ്വപ്നം കാണുന്നുണ്ട്, നമ്മളും സ്വപ്നം കാണുന്നുണ്ട്. നമ്മൾ കാണുന്ന മനോഹരമായ ആനന്ദകരമായ നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഉണർന്ന് ഹംദ് ചെയ്തിട്ടേ കിടക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് പ്രയാസവും സങ്കടവും ബുദ്ധിമുട്ടൊക്കെ തരുന്ന, പീഡിപ്പിക്കുന്ന, പ്രയാസപ്പെടുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ എഴുന്നേറ്റ് ആ സ്ഥലത്ത് കിടന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്ന് 3 പ്രാവശ്യം ഊതുകയും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുകയും വേണം കേട്ടോ. എന്നിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ കണ്ട പിശാച് നിങ്ങൾ കാണിച്ചു തന്ന സ്വപ്നത്തിൻ്റെ ഒരു പ്രയാസവും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും നല്ലവരായി ജീവിക്കുകയും നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങാനും ചീത്ത സ്വപ്നങ്ങൾ കാണാതിരിക്കാനും ആ നിലക്കുള്ള ഈമാനും തഖ്വയും സത്യസന്ധതയും ഒക്കെ പുലർത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര പോകുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞു കൊണ്ടുപോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും തേടി വരുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഖബറിലും മഹ്ശറയിലും സ്വർഗത്തിലും എത്തുമ്പോൾ അവിടെയെല്ലാം സംരക്ഷണം ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിരവധി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.